മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ ഒത്തിരി ഫിലിം പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ കമ്പനികളും ഉണ്ടായിട്ടും ഒരാൾ മാത്രം ഇന്നും കോൺസ്റ്റന്റായി നിലനിൽക്കുന്നു. കഴിഞ്ഞ 2 ഡീക്കേഡുകളായി ഏതാണ്ട് 35 മുകളിൽ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത് മലയാളികളെ എന്റർടൈൻ ചെയ്യിക്കുന്നു. മോഹൻലാൽ എന്ന ബ്രാൻഡിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്നു. ഇന്നും മിക്ക മോഹൻലാൽ സിനിമകളുടെയും തലവാചകമായി എഴുതപ്പെടുന്ന പേര് ആശീർവാദ് സിനിമാസ്. വെറുമൊരു കാർ ഡ്രൈവർ മാത്രമായിരുന്ന പെരുമ്പാവൂർകാരൻ ആന്റണി എങ്ങനെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ മികച്ച പ്രൊഡ്യൂസറായെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും സിബിഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആയിരത്തി 1988 പട്ടണപ്രവേശം എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് താൽക്കാലിക ഡ്രൈവറായി വന്ന ജോസഫ് ആന്റണി മോഹൻലാലിനെ പരിചയപ്പെടുന്നു. തുടർന്ന് പട്ടണപ്രവേശം സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ മോഹൻലാലിനെ എത്തിച്ച് തിരിച്ച് വീട്ടിലേക്കും എത്തിക്കുന്നു ഒത്തിരി ദിവസങ്ങളിൽ. അങ്ങനെ സിനിമാ ഷൂട്ടിംഗിന്റെ അവസാന ദിവസം കണ്ടുപിരിയുന്ന മോഹൻലാൽ ആന്റണിയോട് വീണ്ടും കാണാമെന്ന് പറയുന്നു. തന്നെ ഓർമ്മ കാണുമോ എന്ന ആന്റണിയുടെ ചോദ്യത്തിന് താൻ എന്നും ഓർമ്മയിലുണ്ടാവുമെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. തുടർന്ന് 3-ാം മുറ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ ഫ്രണ്ട്സുമായി പോയ ആന്റണിയെ മോഹൻലാൽ തിരിച്ചറിയുകയും വിളിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. തന്റെ കാർ ഓടിക്കാൻ കുറച്ച് ദിവസങ്ങൾ നിൽക്കാനും ആന്റണിയോട് ആവശ്യപ്പെടുന്നു. പിന്നീട് ആന്റണി മോഹൻലാലിന്റെ പേഴ്സണൽ ഡ്രൈവറായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി വർഷങ്ങൾ തുടർച്ചയായ ആ ബന്ധം നിലനിൽക്കുന്നു. പിന്നീട് 2000-ൽ നരസിംഹം എന്ന മോഹൻലാൽ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു ആന്റണി. വെറും 1 കോടി ബഡ്ജറ്റിൽ വന്ന നരസിംഹം 22 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തു. ശരിക്കും അതൊരു ബെഞ്ച് മാർക്ക് തന്നെയായിരുന്നു മലയാള സിനിമയ്ക്ക്. ഷാജി കൈലാസിന്റെ ഡയറക്ഷനിൽ വന്ന നരസിംഹം മലയാളത്തിലെ ആദ്യ 20 കോടി സിനിമയായി കണക്കാക്കുന്നു. അങ്ങനെ ആദ്യ ചിത്രത്തിൽ തന്നെ വൻ ഹിറ്റ് തന്ന ആന്റണി പെരുമ്പാവൂർ തുടർന്ന് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ഒത്തിരി സിനിമകൾ ചെയ്യുന്നു. 2001-ൽ രഞ്ജിത്തിന്റെ ഡയറക്ഷനിൽ രാവണപ്രഭു, 2003-ൽ പ്രിയദർശന്റെ ഡയറക്ഷനിൽ കിളിച്ചുണ്ടൻ മാമ്പഴം, 2004-ൽ ഷാജി കൈലാസിന്റെ ഡയറക്ഷനിൽ നാട്ടുരാജാവ്, 2005-ൽ ജോഷിയുടെ ഡയറക്ഷനിൽ നാരൻ, 2006-ൽ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ 2 സിനിമകൾ വന്നു, രസതന്ത്രം, ബാബാ കല്യാണി. സത്യനന്ദിക്കാടിന്റെ ഡയറക്ഷനിൽ വന്ന മോഹൻലാൽ സിനിമയായിരുന്നു രസതന്ത്രം. വെറും 2 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 16 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിരുന്നു. അതേ വർഷം ഷാജി കൈലാസിന്റെ ഡയറക്ഷനിൽ വന്ന സിനിമയായിരുന്നു ബാബാ കല്യാണി. അതും ഒരു നല്ല സിനിമയായിരുന്നു. 2007-ൽ വീണ്ടും 2 സിനിമകൾ വന്നു, അലിബായ്, പരദേശി. ഷാജി കൈലാസിന്റെ ഡയറക്ഷനിൽ വന്ന ആക്ഷൻ ഫിലിമായിരുന്നു അലിബായ്. എന്നാൽ അതേ വർഷം PT കുഞ്ഞുമുഹമ്മദിന്റെ ഡയറക്ഷനിൽ വന്ന പരദേശിയിലെ മികച്ച പ്രകടനത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡും ലാലേട്ടന് ലഭിച്ചു. പിന്നീട് 2008-ൽ അടുത്ത പടം വന്നു, ഇന്നത്തെ ചിന്താവിഷയം. സത്യനന്ദിക്കാടിന്റെ ഡയറക്ഷനിൽ വന്ന ഫാമിലി ഡ്രാമയായിരുന്നു അത്. 2009-ൽ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ 2 സിനിമകൾ വന്നു, സാഗർ ഏലിയാസ് ജാക്കി, ഇവിടം സ്വർഗമാണ്. 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ സീക്വലായി അമൽ നീരദിന്റെ ഡയറക്ഷനിൽ വന്ന ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു സാഗർ ഏലിയാസ് ജാക്കി. അതേ വർഷം റോഷൻ ആൻഡ്രൂസിന്റെ ഡയറക്ഷനിൽ വന്ന ഫാമിലി ഡ്രാമയായിരുന്നു ഇവിടം സ്വർഗമാണ്. തുടർന്ന് 2011-ൽ 2 സിനിമകൾ വന്നു, റാഫി മെക്കാട്ടിൻ ഡയറക്ഷനിൽ വന്ന ചൈന ടൗൺ, പിന്നെ സത്യനന്ദിക്കാട് ചിത്രം സ്നേഹവീട്. മോഹൻലാലിന്റെ 300-ാമത്തെ സിനിമ കൂടിയായിരുന്നു സ്നേഹവീട്. 2012-ൽ വീണ്ടും 2 സിനിമകൾ വന്നു, റോഷൻ ആൻഡ്രൂസിന്റെ ഡയറക്ഷനിൽ കാസാനോവ, രഞ്ജിത്തിന്റെ ഡയറക്ഷനിൽ സ്പിരിറ്റ്. 2013-ൽ വീണ്ടും 2 സിനിമകൾ, സിദ്ദിഖിന്റെ ഡയറക്ഷനിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ജിതു ജോസഫിന്റെ ദൃശ്യം. നമുക്കറിയാം ദൃശ്യം എന്ന സിനിമ അത്രമാത്രം ഹിറ്റായിരുന്നു. വെറും 3.5 കോടി ബഡ്ജറ്റിൽ വന്ന പടം ഏതാണ്ട് 75 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു. തുടർന്ന് 2015-ൽ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ വീണ്ടും 2 സിനിമകൾ വന്നു, സത്യനന്ദിക്കാടിന്റെ ഡയറക്ഷനിൽ എന്നും എപ്പോഴും, രഞ്ജിത്തിന്റെ ഡയറക്ഷനിൽ ലോഹം. അതുവരെ 1 വർഷം 2 സിനിമകൾ ചെയ്തു വന്ന ആശീർവാദ് സിനിമാസ് 2016-ൽ ഒരൊറ്റ സിനിമ മാത്രം ചെയ്തുള്ളൂ, ഒപ്പം. മോഹൻലാൽ പ്രിയദർശൻ കോംബോയിൽ വന്ന സിനിമ കൂടിയായിരുന്നു ഒപ്പം. 7 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ ഏതാണ്ട് 65 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കി. പിന്നീട് 2017-ലും ഒരൊറ്റ സിനിമ മാത്രം, വെളിപാടിന്റെ പുസ്തകം. ലാൽ ജോസിന്റെ ഡയറക്ഷനിൽ മോഹൻലാൽ നായകനായി വന്ന ആദ്യ ചിത്രമായിരുന്നു വെളിപാടിന്റെ പുസ്തകം. തുടർന്ന് 2018-ൽ 2 സിനിമകൾ വന്നു. മോഹൻലാൽ നായകനല്ലാതെ ജിതു ജോസഫിന്റെ ഡയറക്ഷനിൽ ആശീർവാദ് സിനിമാസ് ചെയ്ത സിനിമയായിരുന്നു ആദി. മോഹൻലാലിന്റെ മകൻ പ്രണവിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു ആദി. എന്നാൽ അതേ വർഷം VA ശ്രീകുമാർ മേനോന്റെ ഡയറക്ഷനിൽ വന്ന സിനിമയായിരുന്നു ഒടിയൻ. പിന്നീട് 2019-ലും 2 സിനിമകൾ വന്നു, ലൂസിഫർ, ഇറ്റിമാണി, മെയ്ഡ് ഇൻ ചൈന. പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ വന്ന ഹിറ്റ് ചിത്രമായിരുന്നു ലൂസിഫർ. മലയാളത്തിൽ 2ാമത്തെ 100 കോടി ക്ലബ് ചിത്രം കൂടിയായിരുന്നു ലൂസിഫർ. 30 കോടി ബഡ്ജറ്റിൽ വന്ന ലൂസിഫർ 135 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തു. അതേ വർഷം ജിബി ജോജു എന്നിവരുടെ ഡയറക്ഷനിൽ വന്ന പടമായിരുന്നു ഇറ്റിമാണി, മെയ്ഡ് ഇൻ ചൈന. പിന്നീട് 2021-ൽ മലയാളത്തിൽ 2 സിനിമകൾ വന്നു, ജിതു ജോസഫിന്റെ ദൃശ്യം 2. ഇതേ സിനിമ തെലുങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അടുത്തത് പ്രിയദർശന്റെ ഡയറക്ഷനിൽ വന്ന മരക്കാർ, അറബിക്കടലിന്റെ സിംഹം. സത്യം പറഞ്ഞാൽ മരക്കാർ വൻ പരാജയമായിരുന്നു. 65 കോടി ബഡ്ജറ്റിൽ വന്ന പടം ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി മാത്രമേ കളക്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. 2022-ൽ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ 4 സിനിമകൾ വന്നു, പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ ബ്രോഡാഡി, ജിതു ജോസഫിന്റെ 12th മാൻ, വൈശാഖിന്റെ ഡയറക്ഷനിൽ മോൺസ്റ്റർ, ദൃശ്യം 2 ഹിന്ദി. പിന്നീട് 2023-ലും വീണ്ടും 2 സിനിമകൾ വന്നു, ഷാജി കൈലാസിന്റെ ഡയറക്ഷനിൽ എലോൺ, ജിതു ജോസഫിന്റെ നേര്. 10 കോടി രൂപ ബഡ്ജറ്റ് വന്ന നേര് ഏതാണ്ട് 90 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തു. 2024-ൽ ഒരൊറ്റ സിനിമ മാത്രം, ബാരോസ്. മോഹൻലാലിന്റെ ഡയറക്ഷനിൽ വന്ന സിനിമയായിരുന്നു ഇത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു. ഏതാണ്ട് 150 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 17 കോടി മാത്രമാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.
2025 അതായത് ഇക്കഴിഞ്ഞ വർഷം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ 2 സിനിമകൾ വന്നു. എമ്പുരാൻ, ഹൃദയപൂർവ്വം. ലൂസിഫറിന്റെ സീക്വലായി പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ വന്ന സിനിമയായിരുന്നു എമ്പുരാൻ. ഒത്തിരി വിവാദങ്ങൾക്ക് വഴിവെച്ച സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് തന്നെയായിരുന്നു. 175 കോടി രൂപ ബഡ്ജറ്റിൽ വന്ന എമ്പുരാൻ ഏതാണ്ട് 268 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തു. പിന്നെ മോഹൻലാൽ സത്യനാന്തിക്കാട് കൂട്ടുകെട്ടിന്റെ 20ാമത്തെ സിനിമയായിരുന്നു ഹൃദയപൂർവ്വം. 25 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 76 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തു. ഇനി 2026 ആശീർവാദ് സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്ത് വരാനിരിക്കുന്ന സിനിമയാണ് ദൃശ്യം 3. ദൃശ്യം സിനിമയുടെ മറ്റു പാർട്ടുകളെപ്പോലെ തന്നെ ഇതും വലിയൊരു ഹിറ്റ് തന്നെയാവുമെന്നാണ് പ്രതീക്ഷ. ഏതാണ്ട് 26 വർഷങ്ങൾ മലയാള സിനിമയ്ക്ക് ഇത്രത്തോളം നല്ല സിനിമകൾ ലഭിച്ചതിൽ വലിയ പങ്ക് ആന്റണി പെരുമ്പാവൂർ എന്ന പ്രൊഡ്യൂസറിന് തന്നെയാണ്. മോഹൻലാലിന്റെ വളർച്ചയിലും ആശീർവാദ് സിനിമാസ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്തുതന്നെ മോഹൻലാലിന്റെ ബിനാമിയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന വാദങ്ങൾ ഉണ്ടെങ്കിലും ലീഗലി മോഹൻലാലിന് ആ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് സത്യം. ആശീർവാദ് സിനിമാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോകളായ 2026 വരാനിരിക്കുന്ന സിനിമകൾ, പാട്ടുകളില്ലാതെ വന്ന സിനിമകൾ, ടോപ്പ് 10 മെയിലിഗോ സിനിമകൾ, മലയാളത്തിന്റെ ഭാവി നടന്മാർ എന്നീ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.